സോ ഗൈസ് ഡിയാസ് എറെ സിനിമ പോയി കണ്ടു. രാത്രി ഷോ, നിങ്ങൾക്കറിയാലോ, പ്രീമിയർ ഷോ ആണ് പോയി കണ്ടത് ഞാൻ. എന്താ പറയുക, ഒരു അടിപൊളി സിനിമ, ഒരു ഹൊറർ എഫക്റ്റ് ഉള്ളൊരു പടം. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് നമുക്കറിയാം, നായകൻ പ്രണവ് മോഹൻലാലാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന വേഷം പുള്ളി വളരെ സട്ടിലായിട്ട്, വളരെ ഒരു ഇത് പിടിച്ചിട്ട്, എന്താ പറയുക, ഒരു ടെൻഷൻ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്, നമുക്കറിയാം ഇതൊരു ഹൊറർ പടമാണ്. പ്രേതം ഉണ്ട്, പ്രേതത്തിന് ചില സീൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആ പ്രേതം എന്നുള്ളൊരു എലമെന്റ് അത്രയും എനിക്ക് എത്രത്തോളം വർക്കായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കാണിക്കുന്ന സീൻ ഓരോന്നും നമ്മളെ വളരെയധികം പേടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ജംപ് സ്കെയർ മൂമെന്റ്സ് ഉണ്ട്. അതായത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ നെട്ടുന്ന രീതിക്കുള്ള സീൻസ്. വിഷ്വൽ ഓഡിയോ ട്രീറ്റ് ആണ് ആക്ച്വലി സിനിമ പറയുകയാണെങ്കിൽ. കാരണം ചില സ്ഥലത്തൊക്കെ വളരെ സ്റ്റാറ്റിക് ആയിട്ട്, അതായത് ഫോട്ടോ പോലെയുള്ള പോകുന്ന സീനുകളിൽ അവർ വളരെയധികം മ്യൂസിക് കയറ്റി അതിനെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പ്രണവ് മോഹൻലാൽ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ ഒരു അടിപൊളി സീനാണ്, മറ്റേ ഇൻറ്റിമേറ്റ് സീനാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അവിടെ തൊട്ട് പുള്ളി അങ്ങോട്ട് ത്രൂ ഔട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജിബിൻ ഗോപിനാഥ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ത്രൂ ഔട്ട് ഒരു നിഗൂഢത പിടിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. മാത്രമല്ല പുള്ളിയാണ് അതിൻ്റെ ഒരു, എന്താ പറയുക, ഇവർ രണ്ടുപേരും നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു ചെറിയ രീതിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകിച്ചുള്ളൊരു കാരണം, അതായത് ഇദ്ദേഹം ഈ ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ക്യാരക്ടർ തന്നെ, പുള്ളിയുടെ ഒരു പാസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു ഫാദർ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു ഈ ഒരു പ്രേതം, ഈ ഒരു വിശ്വാസം, ഇതിലൊക്കെ കുറച്ച് ഗ്രാഹ്യമുണ്ട്. അപ്പോൾ പുള്ളി ഇതിൽ ത്രൂ ഔട്ട് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ട്. ത്രൂ ഔട്ട് ആ ക്യാമിയോ നമുക്ക് ഫീൽ ചെയ്യും. അതവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ എൻ്റെ മോനെ ടുവേർഡ്സ് എൻഡ് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയുള്ളൂ, സ്പോയിലർ ആയി പോവും. പക്ഷെ എന്നാലും പുള്ളിയുടെ ആ ഒരു ക്യാമിയോ, ആ ഒരു രൂപം ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമൊക്കെ ടു സ്കെയറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ക്യാരക്ടർ, അതായത് 3-4 ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുള്ളൂ. നമ്മൾ ഇതിൽ കണ്ടതുപോലെ, ഭൂതകാലത്തിൽ കണ്ടതുപോലെ 3-4 ക്യാരക്ടേഴ്സ് ഈ സിനിമയിലും ഉള്ളൂ. പക്ഷെ ആ ഒരു 3-4 ക്യാരക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന, ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമ. അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ ജയാക്കുറുപ്പ്, പുള്ളിക്കാരി ഒരു, എന്താ പറയുക, പുള്ളിക്കാരിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയാം. ഒരു സാധാരണ ഒരു സീനിൽ വന്നു പോയ ഒരു എന്താ പറയുക ജോലിക്കാരി, അവർ അവസാനം അങ്ങോട്ട് എൻ്റെ മോനെ, ഞാൻ സ്പോയിലർ ആയി പോകും കൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതായത് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ തള്ളക്ക് ഇത് എവിടെ നിന്നാണാവോ, മുസ്ലിം പവർ എക്സ്ട്രാ കയറിയാണോ, എന്താണ് ഇവർ കാണിക്കുന്നതെന്നായിപ്പോയി. കാരണം അത്രയൊരു എനർജി, അത്രയൊരു ആ ഒരു രീതിക്കുള്ള അവരുടെ പെർഫോമൻസുകൾ ടുവേർഡ്സ് എൻഡ്, ആ ക്ലൈമാക്സ് സീൻ മൊത്തം അവർ തൂക്കിയെന്ന് പറയാം. അവരും പ്രണവും ഒക്കെ തൂക്കിയെന്ന് പറയാം. പിന്നെ വിഷ്വലി നന്നായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ എന്താ പറയുന്നത്, പ്രേതം എന്ന് പറഞ്ഞ എലമെന്റ് ഇച്ചിരി കുറവാണ്. ഫസ്റ്റ് നമ്മൾ ഇന്റർവെല്ലിന് മുമ്പൊക്കെ കുറച്ചൊക്കെ കാണിച്ചു, പിന്നെ സിനിമയുടെ ലാസ്റ്റ് അതും ഒരു പ്രേതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ പടം ഗൈസ് അടിപൊളിയാണ്. പക്ഷെ ഭൂതകാലം സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഭൂതകാലം സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ഭൂതകാലത്തിൻ്റെ ഒരു റെഫറൻസ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സൈജു കുറുപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി കൊണ്ടുവന്നത് വളരെ നന്നായി. സൈജു കുറുപ്പിനെ ആ ഒരു ഭൂതകാല റെഫറൻസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, രാഹുൽ സദാശിവൻ ആസ് ഓൾവേസ്, പുള്ളിയുടെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം. പുള്ളിയുടെ ഒരു സീരീസ് ഓഫ് മൂവീസ് തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗം, അതേപോലെ തന്നെ ഭൂതകാലം, പിന്നെ റെഡ് റെയിൻ ആ സമയത്ത് ആ ഒരു വിജയമായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു അടിപൊളി പടമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ഡിയാസ് എറെ, എന്താ പറയുക, പുള്ളിക്ക് സംഭവം അറിയാടേ. പുള്ളിക്ക് ഹൊറർ പടത്തിൻ്റെ അതിൻ്റെ ഒരു മൂഡ് പിടിക്കാനൊക്കെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തതും, അതേപോലെ തന്നെ ആ ഒരു മേക്കിംഗ് വൈസ് ഒരു ഹോളിവുഡ് ലെവൽ ഓഫ് മേക്കിംഗ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റോറി ആണെങ്കിലും ഭയങ്കര ടുവേർഡ്സ് എൻ്റെ ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉള്ള സ്റ്റോറി. സോ നമ്മൾ ഈ ഭൂതകാലത്തിൻ്റെ സ്റ്റോറിയേ അല്ല ഇതിൻ്റെ സ്റ്റോറി, ബ്രഹ്മയുഗത്തിൻ്റെ സ്റ്റോറിയേ അല്ല ഇതിൻ്റെ സ്റ്റോറി, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. 3 സിനിമ 3 അപ്പോൾ എന്താ പറയുക, ഗോ വാച്ച് ഇറ്റ് മാൻ. തിയേറ്ററിൽ പോയി കാണുക ഗൈസ്, എൻജോയ് ചെയ്യുക. പിന്നെ അത്യാവശ്യം നല്ലൊരു തിയേറ്റർ ക്രൗഡിൽ പോയി ഇരിക്കുക, നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്ററിൽ പോയി ഇരിക്കുക. സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മ്യൂസിക് വൈസ് ആണെങ്കിലും വിഷ്വലി ഒരു ട്രീറ്റാണ് പടം.